ചോദിക്കാൻ മതിയായിരുന്നു ഇയാൾക്കൊക്കെ. ഓ അർഷദ് എന്നോട് വന്നുകൊണ്ട് എങ്ങനെയാ പറഞ്ഞത്? സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി അങ്ങനെ നല്ലോട്ടനോട് അങ്ങനെ പറഞ്ഞില്ല. കുറച്ചാലും മുടിപ്പിച്ച് വിട്ടണ എനിക്ക് അതിനും കൂടി താല്പര്യമില്ല പറഞ്ഞു ഞാനതില്. എന്റെ തലയിലെഴുത്ത് വളഞ്ഞാണ്ട് ഇപ്പൊ തലയിലെഴുത്ത് അതന്നെ അല്ല എപ്പോഴും. ഏത് ശ്യാമിലാണതേ? അന്നേ പറഞ്ഞത് എന്റെ എല്ലാമായ ശ്യാമിലാണത്. ആയിക്കോട്ടെ. ബെസ്റ്റി. ദീദി അറിയുവോ ഡാർക്ക് സൈഡർ? ഇല്ല, അറിയില്ല. പറയ്, എങ്ങനെ എന്നെ കണ്ടു, എങ്ങനെ ഇഷ്ടപ്പെട്ടു, എങ്ങനെ ഇവിടെ എത്തി? അങ്ങനെയൊന്നുമല്ല, ഇയാള് കള്ളം പറയാണ് ഗൈസ്. അർഷദിനോട് അർഷദ് അക്കൗണ്ട് തന്നു. ഇതാണ് അക്കൗണ്ട് തരേണ്ടത്. അതന്നെ. എന്നിട്ട് അക്കൗണ്ടിക്ക് അതിങ്ങനെ വെക്കേണ്ടത്. എനിക്ക് ടെക്നിക്ക് അറിയില്ലടോ. പിന്നെ നീ പറ, അതിനെ എങ്ങനെ കണ്ടു, എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഞാൻ ഓർമ്മിപ്പിക്കാം. ഇതൊന്ന് വെച്ചേര്, ഞാൻ ഓർമ്മിപ്പിക്കാം. ഫോൺ അടിച്ചല്ലോ. ഞാനിപ്പോ ഓർമ്മിപ്പിച്ചേരാ. പറ, എവിടുന്നാ കണ്ടു, എങ്ങനെ എന്നെ കണ്ടു? തല അടിച്ചടിച്ചിരിച്ചു ശ്യാമിലെ പീഡനം എങ്ങനെ കണ്ടു? ഒരു ദിവസം അർഷദിന്റെ സ്റ്റാറ്റസ് അങ്ങനെ പറയും. അർഷദ് ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ടു, ക്ലാസ് ഫോട്ടോ. അതില് ലോക്കല് കുട്ടികളെ ഞാൻ തപ്പി പിടിച്ചു. ഹൈ ക്ലാസ് നമുക്ക് വേണ്ട, ഏത് നല്ല ഗ്ലാമറിലെ കുട്ടികൾ നമ്മളുടെ നോക്കാൻ പാടില്ലല്ലോ. നമ്മള് ഏറ്റവും ചെറുത്, ഏറ്റവും നമുക്ക് ഒതുങ്ങിയതെന്നൊക്കെ കരുതിയാണ്ട് കണ്ടു. എന്നിട്ട് അവള് അർച്ചനോട് ചോദിച്ചു, ഈ കുട്ടിക്കാരെങ്കിലും ഉണ്ടോന്ന്. ആള് ഫ്രീ ആണ്, ആള് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്തായി, മോട്ടറായി. അങ്ങനെ ഉണ്ടായത്. അർഷ എന്നിട്ട് ഒന്ന് ചോദിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ അർഷനോട്. അർഷ സെറ്റ് ആക്കിക്കണെന്നൊക്കെ പറഞ്ഞോട്. ഈ മെസ്സേജ് അയച്ചാൽ മതി പറഞ്ഞു. എന്നോട് മുളിപ്പിച്ചോന്. അതുണ്ടായത്. ഇനി ബാക്കി പോരെ. എന്റെ ജീവിതം അന്നത്തോടെ തകർന്നു. എന്ന് ഞാൻ ആ ട്രിപ്പ് പോയ അന്നോട് എന്റെ ജീവിതം നശിച്ചു. ക്ലാസ് ഫോട്ടോ ഞങ്ങൾ ട്രിപ്പ് പോയ അതിന്റെ ക്ലാസ് ഫോട്ടോ. ഏതായാലും അവിടുന്ന് അങ്ങോട്ട് ഞാൻ കൊറേ ചോദിച്ചിട്ട് ഞാൻ ഇതില്ലാന്നൊക്കെ പറഞ്ഞില്ലേ, ജോക്കില്ലാന്നൊക്കെ. പിന്നെ എങ്ങനെയാ സെറ്റ് ആയത്? 3 കൊല്ലം ഒരു പാവത്തിനെ പോലെ 3 കൊല്ലം ഞാൻ എന്ത് സ്റ്റോറി ഇട്ടാലും മെസ്സേജ് അയക്കും. ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഹൗ ആർ യു, ഫുഡ് കഴിച്ചോ എന്നും. 3 കൊല്ലം ഒരു മനുഷ്യരെ ഉളുപ്പില്ലാതെ മെസ്സേജ് അയക്കും. ആർക്കാലും ചെറിയൊരു സോഫ്റ്റ് കോർണർ വരുമല്ലോ. അതൊക്കെ വരും. എന്തൊക്കെയോ ഇയാളിനോട് നോണയൊക്കെ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. ഇപ്പോഴാണ് എല്ലാം നോണയെന്ന് ഞാൻ മനസ്സിലാക്കണത്. അതിലേറെ ഞാൻ അയച്ചിരി നമ്മളെ മൈൻഡ് ആക്കാൻ. ഷമില, അത് ഈ പറയരുത്. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നും ഈ മാത്രമേ ഉള്ളൂ. ഇത് ഷോ വൈകിട്ടില്ല ഇപ്പം. അങ്ങനെ പറയരുതല്ലേ. എന്നാ അത്രക്ക് താഴ്ന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. കുറച്ച് ബില്ല് ചെയ്ത് വെച്ചിട്ട് സെറ്റിൽമെന്റ് ആക്കിയിട്ട് എനിക്ക് തീരുമാനമാക്കാം. എവിടെ പറയേ, ഇതെല്ലാം കേട്ടിട്ടാണ് എനിക്ക് പുതിയ അടവെടുക്കാൻ. ലാലു അലക്സ് എവിടെയാണ്? യൂസഫ് കെ പി, ഹായ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാനു